नमस्कार दोस्तों, हिंदी के नए कक्षा में आप सबका सुस्वागत। आप सब कैसे हैं? ठीक है ना? हमने पिछले कक्षा में क्या क्या पढ़ा था, आपको याद है? എന്നാ പറഞ്ഞു എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ ഓർമ്മയുണ്ടോ? നമ്മൾ എന്തോ പഠിച്ചുകൊണ്ടിരുന്നു? അതെ, ഹാമിദൊക്കെ ഇപ്പോൾ എവിടെ എത്തി? ഹാമിദും കൂട്ടരും നല്ലോണം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എങ്ങോട്ട് പോവുകയാണപ്പോൾ? വീട്ടിലോട്ട് പോവാണ് ഇല്ലേ? ഹാമിദ് और दोस्तों के मनोभाव कैसे हैं? അവരുടെ ചിന്താഗതി എങ്ങനെയാണ്? वो सब खुश हैं? हामिद और उसके दोस्त जो ईदगाह में चलते वक्त उनके मनोभाव कैसे थे और वापस चलते समय उनके मनोभाव कैसा है? आपको याद है? അവർ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന മാനസികാവസ്ഥയിലാണോ അവരിപ്പോൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നത്? എന്തായിരുന്നു? चलते समय भी हामिद खुश था, है ना? ഹാമിദ് ഹമേശ ഖുഷ് ഹെ. നേരത്തെ പറഞ്ഞല്ലോ എന്തായിരുന്നു? ഹാമിദ് കോ പ്രതീക്ഷ ഹെ, ഇല്ലേ? ഹാമിദ് വളരെ ഹാപ്പിയാണ്, ഉള്ളതുകൊണ്ട് ഹീസ് വെരി ഹാപ്പി, ഇല്ലേ? വളരെ സന്തോഷമാണ്. ദോസ്ത് കൂട്ടുകാർ അതിന് ഹാപ്പി ആയിരുന്നു. എന്താ പറയുക, പുതിയ കാഴ്ചകൾ കാണാം, പുതിയ സാധനങ്ങൾ വാങ്ങാം, പോക്കറ്റ് മണി ഉണ്ട്, ഭയങ്കര സന്തോഷമായിരുന്നു. അബ് വാപ്പസ് ചലത്തെ സമയ ഉൻകി ഹാലത്ത് കൈസെ ഹെ? എങ്ങനെയാണ് അവരുടെ അവസ്ഥ? ജി സാബ് ഹാമിദ് കെ ചാരോ അവർ ഘൂം രഹേ ഹെ, ഹേ നാ? ഹാമിദിന് ചുറ്റുമാണ് കറങ്ങുന്നത്. എന്തിനാണ്? ഹാമിദ് കെ ചിംटे देखकर, नहीं तो बड़ों की दुआ याद कर, नहीं तो वापस घर जाते समय, नहीं तो वापस घर पहुंचते समय घर वालों के व्यवहार पर. ഹാമിദ് എന്താ പറഞ്ഞേ? ഞാൻ അവിടെ എനിക്ക് മുതിർന്നവരുടെ പ്രാർത്ഥന കിട്ടും, പിന്നെയോ ഇത് എന്നെന്ന് നിലനിൽക്കും. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ രുസ്തമേ ഹിന്ദ് തരാഹെന്ന്, നല്ല വിലാളി വീരനെ പോലെയാണ്, എന്നൊന്നിരിക്കും. ആകുമേ ഖൂത് സക്തേ ഹേ, തീ കൊണ്ടെടുത്താൽ പോലും ഒന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷെ ഇവരുടെ കളിപ്പാട്ട് എന്താ പറയുക, ഇവരൊന്നാമത് വാങ്ങിക്കഴിച്ച സ്വീറ്റ്സ് മുഴുവൻ അപകടമെന്ന് പറഞ്ഞു, വിഷാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ വിഷം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരാന്ന് പറഞ്ഞു. പിന്നെയോ കളിപ്പാട്ടൊക്കെയും സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു. പിന്നെയോ ഇത് കണ്ടാൽ എന്തായാലും അവർ തന്നെ ഓർത്തു, ഇനി പൊട്ടിപ്പൊളിഞ്ഞു പോയാൽ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ ഇടയിലോ ഒക്കെ വഴക്ക് കേൾക്കണം, അവരുടെ അല്ലെങ്കിൽ ബഹളം കാണണം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓ വാപ്പസ് ഘർ ജാത്തെ ഹേ, सभी को कुछ हारने की फील है, हारने का भाव है, ऐसा एहसास हो रहा है कि വിജേത ഹാമിദ് ഹെ, ഹാമിദാണ് ജയിച്ചത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. हामिद बताए जा रहे हैं कि मैंने बस यूं ही कहा था आपके सब खिलौना अच्छा है, ऐसे सब कहने पर भी मोहसिन की पार्टी को दिलासा नहीं मिला. मोहसिन की पार्टी जो मोहसिन നൂർ ഇസ്ലാം എന്നുള്ള ആ ഒരു ഗ്യാങ്ങിന് ഒരു സന്തോഷം കിട്ടിയില്ല. എന്ന് വെച്ചാൽ എന്താ, ഹാമിദ് വെറുതെ പറയുമായിരിക്കും, നമ്മുടെ അങ്ങനെയൊന്നുമല്ല, ഹാമിദ് തന്നെയാണ് ജയിച്ചത്, ഹാമിദിൻ്റെ കളിപ്പാട്ട ആ ചിമിട്ട തന്നെയാണ് നല്ലത്. सभी मैंने कहा था ना, सभी दोस्तों ने हामिद को एक विजेता के रूप में देखा था, लेकिन हामिद कितने भी दिलासा दे लेकिन सब खुश नहीं रहे. എത്രത്തോളം ദിലാസ എന്ന് പറഞ്ഞാൽ സാന്ത്വനാദേന ആശ്വസിപ്പിച്ചെങ്കിലും അത്രയും സന്തോഷം അവർക്ക് കിട്ടിയില്ല. क्योंकि वो मानते हैं कि हामिद ने जो कुछ किया वह ठीक था, ഹാമിദ് ചെയ്തത് ശരിയായിരുന്നു എന്നൊരു തോന്നലുണ്ടായി. ലേക്കിൻ ബാത്ത് ഗേ കയ്യിൽ നിന്ന് പോയില്ലേ, കാര്യങ്ങളെല്ലാം പോയില്ലേ? ഓക്കെ, സബ് ഘർ പहुंचे, सभी ने माने मोहसिन असलम नूर सभी ने अपना अपने खिलौना संभाल के घर में ले जाने की, नहीं तो घर में रखने की चेष्टा की. लेकिन किसी के सिपाही घर में पहुंचते ही छोटी बहन ने आकर टकरा दिया और हाथ से गिर गया और चकनाचूर हो गया. ഒരുത്തൻ്റെ കളിപ്പാട്ടം എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളരെ കൊണ്ടുവന്നു, കുഞ്ഞു കുട്ടിയല്ലേ, ഇളയാൾ വന്ന് ഓടി വന്ന് പിടിച്ചപ്പോഴത്തേക്കും തട്ടിപ്പൊട്ടിപ്പോയി. കിസിനെ വക്കീൽ, നൂർ കാ വക്കീൽ ഹെ, വക്കീൽ കോ ഉനാനെ രാജാ കെ സമ്മാൻ പ്രതിഷ്ഠിത് കർണാ ചാഹ, വളരെ ഉയരത്തിൽ അങ്ങനെ വളരെ തറയെ വീഴാത്ത രീതിയിൽ അങ്ങനെ വെച്ചു. പങ്ക ലഗാനെ ലഗി, കാറ്റൊക്കെ കൊള്ളിക്കാം എന്ന് വിചാരിച്ചു. വോ ഭി छोटे भाई ने आकर उसे टकरा गया और उसे भी नीचे गिरकर
ചൂർ ഹോ ഗയ, അതും താഴെ വീണ് പോയി. അപ്പോൾ കളിപ്പാട്ടം എന്ത് ചെയ്തു? കുഞ്ഞാൻ നേരത്തെ പറഞ്ഞില്ല കളിപ്പാട്ടങ്ങൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ. കാരണം ആലോചിച്ച് നോക്കണം. അപ്പം നമുക്ക് ഇപ്പോഴുണ്ടല്ലോ, നിങ്ങൾ പഴയ സിനിമകളൊക്കെ കാണുമ്പോഴേ കുറച്ചുകൂടെ പഴയത്, ഈ ഫ്രിഡ്ജിൽ നിന്നൊക്കെ വെള്ളം എടുക്കുമ്പോൾ നിങ്ങളപ്പോൾ കാണുന്നത് മുഴുവൻ കുപ്പിയിലെ വെള്ളമാണ്, സാധാ കുപ്പി. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളൊരു 10-15 വർഷത്തിന് ശേഷമുള്ള അതായത് നിങ്ങളുടെ ഇപ്പോൾ കുട്ടിക്കാലം തൊട്ട് നിങ്ങൾ ഇനിയിപ്പോൾ എപ്പോൾ കണ്ടാലും നമുക്ക് പ്ലാസ്റ്റിക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പ്ലാസ്റ്റിക്കിൻ്റെ വിഷയത്തിനെ കുറിച്ചും പ്ലാസ്റ്റിക് കുറിച്ച് നമ്മളിപ്പോൾ കാണാം. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടുള്ള അപ്പം നിങ്ങളെപ്പോഴും സിനിമ ഞാൻ പറയുന്നത് വെച്ചാൽ സിനിമയാണെങ്കിലും നമുക്കിപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം വെക്കുന്നതും വീട്ടിൽ പാല് വാങ്ങിക്കൊണ്ടുവരുന്ന കുപ്പിയും ഒക്കെയും കുപ്പി തന്നെയായിരുന്നു. അപ്പം അത് പൊട്ടുന്നതാവണം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കുമായിരിക്കും കളിപ്പാട്ടം, പൊട്ടുന്ന കളിപ്പാട്ടം പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉള്ള കളിപ്പാട്ടം, അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞിലേ വാങ്ങിയതും നിങ്ങളുടെ ഇപ്പോൾ ചുറ്റിനുമുള്ള കൂട്ടുകാരൊക്കെ കളിപ്പാട്ടം വാങ്ങുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരിക്കും, പൊട്ടില്ല അത്. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. മൺപാത്ര നിർമ്മാണവും മണ്ണും അങ്ങനെ ആ പ്ലാസ്റ്റർ ഓഫ് പാരീസിന് ആ ലെവലിലുള്ള പൊട്ടുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. നനഞ്ഞ് കുതിർന്നു പോയാലുടനെ അങ്ങ് ചീത്തയാവുന്ന സാധനങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അന്നുകൊണ്ട് എന്താ, നമ്മൾ നേരത്തെ പറയാൻ പ്രദൂഷണമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് പോട്ടെ. അപ്പം ആ വക്കീലിനെ വളരെ ഗംഭീരമായിട്ട് വളരെ ഗംഭീരമായിട്ട് വെച്ചതും രാജാ ഭോജ് കെ സമാൻ എന്നുണ്ട് പുസ്തകത്തിലെ. രാജാ ഭോജ് കെ സമാൻ അങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അതും പൊട്ടിപ്പോയി. പിന്നെയോ അടുത്ത് മുഹസിൻ വാങ്ങിച്ച സിപ്പാഹിയുടെ ബന്ദൂഖ് ടൂട്ട് ഗയ, सिपाही का बंदूक. मोहसिन खुद एक डॉक्टर बनकर उसका मरहम करने लगा. മർഹം करने लगा മീൻസ് അതിനെ നമ്മൾ എന്താ പറയുക, അതിനെ ചികിത്സിക്കാൻ തുടങ്ങി. അപ്പോൾ സിപ്പാഹിക്ക് ഹാത്ത് ടൂട്ട് ഗയി, കൈ ഒടിഞ്ഞു പോയി. അപ്പോൾ മുഹസിൻ എന്തോ വിചാരിച്ചു, വളരെ നമ്മൾ എന്തായാലും ഇപ്പോഴത്തെ നിങ്ങളുടെ ഫെവിക്കോളും ഫെവിക്യുക്കൊക്കെ ഉണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും ചേർത്ത് ഒട്ടിച്ച് വെക്കാം. പക്ഷേ ഉൻകാ ഏക് പയർ ടൂട്ട് ഗയ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കാല് മതി, ഒരു കൈയും പോയി, കാലും ഒരെണ്ണം മതി എന്ന് വെച്ചിട്ട് ഇനി എന്തായാലും സൂക്ഷിച്ച് വയ്ക്കാം, കുറച്ച് ദിവസം ഇരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് മുഹസിൻ കോ ഖുദ് ഏക്ക് ആശ്വാസം മില, നഹി തോ ഖുദ് ഏക്ക് ഭരോസ മില, ഒരു വിശ്വാസം ഉണ്ടായി, മേ ഏക് അച്ഛാ ഡോക്ടർ ഹും, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റില്ലേ, അപ്പോൾ ഒരു ഡോക്ടറെ പോലെ തന്നെ എനിക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റിയില്ലേ എന്നൊരു വിശ്വാസവും മുഹസിന് വന്നു. അപ്പോൾ ഓരോരുത്തരുടെ നേരത്തെ പറഞ്ഞ കുറേ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, അവരെല്ലാം ഓരോരോ വീട്ടിൽ പോയി അവരവരുടെ കാര്യമാണ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഹാമിദ് അറിയുന്നില്ല. ഹാമിദ് അന്ന് നേരത്തെ പറഞ്ഞതാണ്, എന്തുവാണ്, खिलौना है, मिट्टी का है, वो बहुत जल्दी ही चकनाचूर हो जाएगा, नहीं तो टूट जाएगा. ഹാമിദ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഹാമിദിൻ്റെ പിന്നെയോ ഹാമിദ് का चिमटा रुस्तमे हिंद के समान है, आग में कूद सकता है, बहुत समय लंबे समय तक वो ऐसा ही रहेगा, വളരെ കാലത്തേക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും, ചീത്തയാവുകയേ ഇല്ല എന്നൊക്കെയായിരുന്നു ആര് പറഞ്ഞത്, നമ്മുടെ ഹാമിദ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ പൊട്ടിപ്പോവുമല്ലോ എന്നും കൂടെ ഓർത്തിട്ട് ഇതിനിടയ്ക്ക് നമ്മുടെ നൂറിൻ്റെ കളിപ്പാട്ടം പൊട്ടിയപ്പോഴോ ദോനോങ്കെ ബീച്ച് ഭായ് ബഹൻകെ ബീച്ച് ചകടാ ഹോ ഗയാ ഓർ മാക്കി ഗാലിയാ ഭി സുന്നി പടി, അമ്മയുടെ ചീത്തയും കേൾക്കേണ്ടി വന്നു. ഇതൊക്കെ നേരത്തെ ഹാമിദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെറുതെ അമ്മയുടെ വഴക്കൊക്കെ. അപ്പോൾ ദുആക്കെ ബദലെ, പ്രാർത്ഥനക്കെ ബദലെ, ആശീർവാദക്കെ ബദലെ ഗാലിയ മിലി ഹേന. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചീത്ത കിട്ടി, വഴക്കുണ്ടായി, ബഹളമുണ്ടായി, അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ പൊട്ടുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹാമിദ് अपनी दादी माँ के पास, अम्मा के पास आया और पुकारा, दादी माँ मैं आ गया हूँ. അപ്പം പാവം ഉച്ചയായില്ലേ, ഇങ്ങനെ ദാദിമാ അമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അരെ ബേട്ടാ തു ആകയാ, തുനെ കുച്ച് ഖായാ. അപ്പോൾ ആദ്യം നമ്മളെല്ലാവരും വീട്ടുകാർ ചോദിക്കുന്ന അതേ ചോദ്യമല്ലേ, എന്തെങ്കിലും ചെയ്താൽ കഴിച്ചോന്നല്ലേ ചോദിക്കുള്ളൂ. ഇപ്പം നിങ്ങൾ സ്കൂളിൽ നിന്ന് വിട്ട് വന്നിട്ടോ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ വിശക്കുന്നില്ല, ഭക്ഷണമല്ലേ നമ്മുടെ പാരൻസ് ആദ്യം ചോദിക്കുക. അപ്പോൾ ഇവൻ ഖുഷി സെ ഹാമിദ് എന്ത് ചെയ്തു, ചിംടാ ലേക്കർ അമ്മക്കോ ദേക്കർ കഹാ, അമ്മ ആപ്കേ ലിയേ മേ ഖരീദാ ഹൂം, ഞാനിത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ. ഇത് കണ്ടുടനെ അമ്മ ഞെട്ടിപ്പോയി, ചട്ടുകം, അതൊരു കുഞ്ഞു മോനല്ലേ. തുച്ചേ ബസ് യഹി മില ഖരീദനെ കെ ലിയേ, അല്ലെങ്കിൽ തുച്ചേ ബസ് യഹി പസന്തായ ഖരീദനെ കെ ലിയേ, നിനക്കിത് മാത്രം ബസ് ഇത് മാത്രമേ ഇഷ്ടമായുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് ഇത് മാത്രമേ വാങ്ങാൻ കിട്ടിയുള്ളൂ. സമയം ദോപ്പഹർ ഹൊഗയെ, മണി ഇവിടെ ഉച്ചയായി. തുനെ കുറിച്ച് ഖായാനഹി, കാരണം വെറും 3 പൈസയല്ലേ കൊടുത്തു വിട്ടത്. അപ്പം ഈ സാധനം ഇങ്ങനെ കിട്ടിയപ്പോഴേ മനസ്സിലായ അമ്മയ്ക്ക് എന്താണ്, അവനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. തുനെ കുറിച്ച് ഖായാ ഹെക്കിയാ, തുച്ച ഖാനേക്കല്ലേ കുച്ച് നഹി മിലി, നിനക്ക് കഴിക്കാനൊന്നും കിട്ടിയില്ലേ, അതൊന്നും വാങ്ങണമെന്ന് തോന്നിയില്ലേ. ഹാമിദ് ഖുഷി സെ कहने लगा कि अम्मा मुझे भूख नहीं है, अब ये ले लो, आपको पसंद आया, अब आपसे आपके हाथ नहीं जलेगी. അപ്പോൾ അവൻ ഇതൊന്നും ശ്രദ്ധിക്കണം. അവൻ വളരെ സന്തോഷത്തിൽ പറഞ്ഞു, എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എന്താ അമ്മയ്ക്ക് ഇത് ഇഷ്ടമായോ, അമ്മ ഇത് കണ്ടോ,
അമ്മയ്ക്ക് ഇനി എന്ത് ചെയ്യില്ല, അമ്മയുടെ കൈ പൊള്ളുകയേ ഇല്ല, കൈ വേദനിക്കുകയേ ഇല്ല എന്ന്. അപ്പോൾ ആമിനാക്ക ക്രോധ് എന്താ പറയുക, രുലായിമേ ബദൽ ഗയ. ക്രോധ് ദേഷ്യപ്പെട്ടാണ്, ആർട്ടിഫിഷ്യൽ ദേഷ്യമാണ്, വെറുതെ എന്തിനാ അത് ചെയ്യണമെന്ന് എനിക്കത് വെച്ചെന്നില്ലേ എന്നൊരു ചോദ്യമാണ്. എന്താ പറയുക, ദുഃഖമേ ബദൽ, അമ്മ കരയാൻ തുടങ്ങി. കാരണം കരയാൻ വെച്ചാൽ സങ്കടം അടക്കാൻ പറ്റില്ല. छोटा बच्चा इतनी दूर इतने सुंदर और सुहावने दृश्यों के बीच, छोटे बच्चे एक निरीह बालक इतने सुंदर दृश्य देखकर, इतना अच्छा त्योहार देखकर फिर उसका मन मेरी तरफ ही रहा, क्योंकि वहाँ से भी वो मुझे याद किया, वो अपनी बूढ़ी दादी को याद करते रहे. एक मन में आकर उसको गदगद सा होने लगा. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഒരു കുഞ്ഞാണ്, അമ്മ ആലോചിച്ച് നോക്കുകയാണ്, അങ്ങ് പോയി, അങ്ങ് ദൂരെയാണ്, നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്ന സ്ഥലം, നിറയെ കളർഫുള്ളായിട്ടുള്ള ദൃശ്യങ്ങളുള്ള സ്ഥലം, നിറയെ സ്വീറ്റ്സ് എല്ലാം ഉള്ളിടത്തും നിങ്ങളെല്ലാം ഇപ്പം നിങ്ങളോട് തന്നെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇത് ഇത്ര സമയത്തിന് ഇങ്ങനെ എത്തണം കേട്ടോ എന്ന് പറയുമ്പോൾ കുറച്ച് വൈകുമ്പോൾ നിങ്ങളെന്താ പറയുക, അവിടുത്തെ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന സമയം പോയത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ കൂട്ടുകാരോട് ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല, ഇല്ലെങ്കിൽ ഇപ്പോൾ പാരൻസ് എന്തെങ്കിലും അത്യാവശ്യം വാങ്ങാൻ പറയുകയാണ്, സഹോദരങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാൻ പറയുകയാണ്, അല്ലെങ്കിൽ എന്തേ ആയിക്കോട്ടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് മറന്നുപോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങ് മുഴുകിയതുകൊണ്ടാണ്. പക്ഷേ ഈ ചോട്ടെ ഹാമിദ് ദൂസരെ ബच्चों की तरह न खिलौना खरीदा, न मिठाई खरीदा, नहीं तो नहीं मेले के झूले में नहीं गया, ഒന്നും അവനെ ആകർഷിച്ചില്ല. അവിടെയും അമ്മമ്മയ്ക്ക് ഇതാണ് ഓർക്കാൻ വന്നത്, ഈ ബൂഠി ദാദിക്കോ വോ യാദ് കർത്താ രഹ, ഈ വൃദ്ധയായ അമ്മമ്മയെ തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നല്ലോ എന്ന്. അവിടുത്തെ ഉസ്കാ ക്രോധ് ദുഃഖമേ ബദൽ ഗയ, അല്ലെങ്കിൽ രുലായിമേ ബദൽ ഗയ, ഒരു കരച്ചിലിന്റെ വക്കോളം എത്തി എന്നുള്ളതാണ് അമ്മയുടെ ദേഷ്യം. അപ്പം ഒന്നും പറയാനേ അമ്മമ്മയ്ക്ക് പറ്റിയില്ല. ബസ് ഇത്തന ഹി കഹ. ഈ ആഞ്ചൽ പസാർക്കർ എന്നുണ്ട്, ഇങ്ങനെ ആഞ്ചൽ പസാർന എന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെയൊക്കെ സാരിത്തുമ്പ് ഇങ്ങനെ നിർത്തിട്ട് ഭഗവാൻ സെ ദുആയും കർണേ ലഗേ, ഹേ ഭഗവാൻ മേരി ബച്ചിക്കോ, അല്ലെങ്കിൽ എന്താ പറയാ, മേരെ പോത്തേക്കോ ലംബി ഉമർദേ. എല്ലാവരും മുതിർന്നവർ പ്രാർത്ഥിക്കുന്നുള്ളതേ പ്രാർത്ഥന, നിറയെ കാശ് കിട്ടട്ടെ, നിറയെ പണം കിട്ടട്ടെ, നിറയെ സ്വത്ത് കിട്ടട്ടെ, അങ്ങനെയാണല്ലോ പ്രാർത്ഥിക്കാറ്. എന്തേ പ്രാർത്ഥിക്കാറുള്ളൂ? ദീർഘായുസായിരിക്കട്ടെ, സുഖമായിട്ടിരിക്കട്ടെ, ഈ മംഗളം ഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ സുഖമായിരിക്കട്ടെ, ഒരു ദുഃഖം ഉണ്ടാവാണ്ടിരിക്കട്ടെ, ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. ഹേ ഭഗവാൻ മേരെ പോത്തേക്കോ ലംബി ഉമർദേ, എൻ്റെ കുഞ്ഞിന് ഈശ്വര ദീർഘായുസ് കൊടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം. ഓ ഭി ഗദ്ഗദ് സെ, അമ്മയ്ക്ക് ഈ ഒന്നും പറയാൻ പറ്റണില്ല, കരയാൻ മാത്രമേ പറ്റുന്നുള്ളൂ. കാരണം ഈ അമ്മയുടെ വിഷമം എന്തായിരുന്നു ഇവിടെ, ഇവനിവിടെ വന്നിട്ട് സേവയ്യാ നഹേ ദേനാ ഹേ, നൈത്തോ കുച്ച് ദൂത് പിലാന ഹേ, ആജ് ഈദ് ഹേന, കുറച്ച് സേവയ്യ, നേരത്തെ പറഞ്ഞല്ലോ ഈദിൻ്റെ പലഹാരം കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ച് പാലെങ്കിലും കൊടുക്കണം, ഇന്ന് ഈദാണ്. അപ്പോൾ അവൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ, അവന് വിശക്കില്ലേ? പിന്നെയും ഉള്ള പൈസയിൽ നിന്ന് കുറച്ച് മിച്ചം പിടിച്ചിടക്കണം, അവൻ അത്രയും ദൂരം. അത് നേരത്തെ പറഞ്ഞല്ലോ, എന്താണ്, ഉൻകെ പാസ് ജൂത്തേ നഹി ഹേ, ചെരുപ്പ് പോലും ഇല്ല. പിന്നെയോ സഭിക്കോ അപ്നെ പാപ്പാ ഹേ, പാപ്പ ഉൻകെ പൈസ ദേത്തെ ഹേ, നഹി തോ ഉൻകെ സാത്ത് ചലത്തെ ഹേ, അച്ഛനാണ് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പം ഇവനൊന്നുമില്ല. അപ്പം എന്തേലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ 3 പൈസ കൊടുത്തത്. അതവൻ ഇത്രയും ഫുൾ ഡേ, ഏകദേശം ഉച്ച കഴിഞ്ഞു, രാവിലെ പോയതാ, ഭക്ഷണമൊന്നും കഴിക്കാണ്ട് അവൻ ഇരുന്ന് എന്ത് ചെയ്തു, ഇത് അമ്മമ്മ അവിടെ നിന്ന് ഓർത്ത് ഇങ്ങനെ കൊണ്ടുവന്നു ആ പ്രാർത്ഥന. അപ്പോൾ അത് ആലോചിച്ചിട്ടാണ് ഈ അമ്മമ്മയ്ക്ക് സങ്കടമായത്. അപ്പോൾ ആലോചിച്ച് നോക്കിയ ഒന്ന് ഹാമിദ്, ഹാമിദ് മാത്രം ഒരു വ്യക്തി, ആ കുട്ടിയെ മാത്രം ആലോചിച്ചത്. ഹാമിദ് കാ ചരിത്ര ചിത്രൺ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരും. ഹാമിദ് കാ ചരിത്ര ചിത്രം, ഹാമിദിന്റെ ക്യാരക്ടർ സ്കെച്ച് അറിയാലോ, അവന്റെ സ്വഭാവം അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നൈത്തോ ഹാമിദ് കൈസാൽ എടുക്കാഥ, എങ്ങനെയുള്ള കുട്ടിയായിരുന്നു ഹാമിദ്, എങ്ങനെയായിരുന്നു അവൻ? പരിപക്വ വ്യവഹാർ കർണേവാല, പരിപക്വ വ്യവഹാർ കർണേവാല, അതാണ് പക്വതയുടെ, വളരെ മെച്യൂർ ആയിട്ട് പെരുമാറുന്നൊരു കുട്ടി. അല്ലെങ്കിൽ ദൃഢ വിശ്വാസ് രഖ്നേവാല, അവന് എന്ത് വിശ്വാസം ഉണ്ടായിരുന്നെന്ന് പറയാണ്, എനിക്കിപ്പോൾ അതൊന്നും വേണ്ട, അല്ലെങ്കിൽ ദൃഢചിത്തനായിട്ട്, ഓക്കെ, അതായത് ഈ പറയുന്ന ചഞ്ചൽ ചിത്തനഹി, അങ്ങോട്ടും ഇങ്ങോട്ട് ആടുന്ന, അത് വേണോ ഇത് വേണ്ട, അങ്ങനെയൊന്നുമില്ല. അവന് ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ദൃഢവിശ്വാസം എന്ന് പറയുമ്പോൾ എന്തുണ്ട്, അവൻ പറഞ്ഞില്ലേ, അവന് അച്ഛനും അമ്മയും വരും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു നല്ല കാലം വരും എന്നുള്ള പ്രതീക്ഷയും കൂടെയാണത്. നല്ല കുട്ടിയായിട്ടിരിക്കുക, പിന്നെ ദാദിമാരുടെ പ്രതിയുടെ സഹാനുഭൂതി കാ വ്യവഹാർ और प्यार एवं ममता. ആ അമ്മമ്മയോടൊപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, അവൻ എപ്പോഴും ആ ഉയർന്ന അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞൊരു പക്വത അവൻ കാണിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് അതിൽ പറയുന്നുണ്ട് ലാസ്റ്റ് എന്താണ്,
അത് ബൂട്ടി അതായത് दादीम्मा का पार्ट അല്ലെങ്കിൽ ബൂട്ടി ആമിന का पार्ट हमीद ने ले लिया और बच्चे हमीद का पार्ट ആമീന ने ले लिया എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വളരെ പക്വതയായ ഹാമിദ് അമീന എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ മുതിർന്നൊരു സ്ത്രീയാണ്, വളരെ പക്വതയായിട്ടുള്ള പെരുമാറ്റം വരേണ്ടതാണ്. പക്ഷേ ഹാമിദിൻ്റെ ഈ പെരുമാറ്റം കണ്ടപ്പോഴെന്തോ അമീന കുഞ്ഞുങ്ങളെപ്പോലെ കരയാൻ തുടങ്ങി. പക്ഷേ അതുപോലെ ഹാമീദ് ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളെ പോലെ സാധനങ്ങളൊക്കെ വാങ്ങേണ്ടതല്ലേ, പക്ഷേ വളരെ മെച്ചുവറായിട്ട് അമീനെ പോലെ അമ്മമ്മയ്ക്ക് ഇതല്ലേ വേണ്ടത്, കൈ പൊള്ളത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മിടുക്കനായിട്ട് സാധനങ്ങൾ കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ആ സമയത്ത് അമീനയും നമ്മുടെ ഹാമിദും തമ്മിൽ ഒരു വാർത്താലാപം, ഒരു കോൺവെർസേഷൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഇപ്പം സിറ്റുവേഷൻ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതാ വരുന്നു, അമ്മയ്ക്ക് ചിമിട്ട കൊടുക്കുന്നു, അമ്മമ്മ ഇപ്പോൾ കരയുന്നുണ്ട്, നീ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പോൾ കൈ പൊള്ളില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അമ്മേനെ സങ്കടം കൊണ്ട് ഇപ്പം മോനെ എന്തായാലും കെട്ടിപ്പിടിക്കും, ഉമ്മയൊക്കെ വെച്ചിട്ട് മോൻ്റെ ദൈവമേ എൻ്റെ ഭഗവാനെ മകന് നല്ല ദീർഘായുസ് കൊടുക്കണമെന്നൊക്കെ പറയുന്ന ആ സിറ്റുവേഷൻ. അമീന और हामिद के बीच का जो वार्तालाप, उसे आपको लिखना है, अपने अध्यापक को दिखाना भी है. കേട്ടല്ലോ? ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടേ? ഈ ഒരു വാർത്താലാപ് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം, അധ്യാപകരെ കാണിക്കുകയും വേണം. മനസ്സിലായോ? അപ്പം നമ്മൾ സിമ്പിളായിട്ട് എന്തായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കൽപ്പന കീജിയെ. ഓ ക്യാ ബാത്തേം കർത്തേ ഹോങ്കെ, ഓ കൽപ്പന करके वो वार्तालाप लिखिए. जी अच्छा, हम उसका एक नमूना देखें. बच्चे हामिद से बूढ़े हामिद का पार्ट खेला था. बुढ़िया अमीना बालिका अमीना बन गई. माँ और बेटे का संभावित वार्तालाप लिखे. ऐसा सवाल मैंने पूछा था, ज़रा वार्तालाप का नमूना देखें. हामिद, अम्मा मैं आ गया. अमीना, अरे तूने कुछ खाया? हामिद, नहीं मुझे भूख नहीं लगा. अमीना, इतनी देर होने पर भी? हामिद, अच्छा ये देखिए. अमीना, ये क्या है? हामिद, एक चिमटा आपके लिए. अमीना रोकर, ये क्यों? हामिद, अब से आपके हाथ नहीं जलेंगे, अब से आपके हाथ नहीं जलेगी. अमीना गदगद से, तू खिलौने मिठाई नहीं खरीदे? नहीं अम्मा, मुझे यही अच्छा लगा था. अमीना, हे भगवान मेरे बच्चे को लंबी उम्र दे. अब आप समझ लिया होगा कि वार्तालाप कैसे लिखेंगे, है ना? जी ज़रूर. इसके समान आप ये कहिए कि हामिद कैसा लड़का था. नहीं तो हामिद के व्यवहार की विशेषता क्या है, हामिद की चरित्र की विशेषता क्या है. मैंने बताया था कि हामिद एक कैसा लड़का था, परिपक्व व्यवहार वाले, दादी माँ से ममता और प्यार रखने वाले, दृढ़ विश्वास दृढ़ चित्त रहने वाले हैं, है ना. एक होशियार, एक आनंद पूर्ण व्यवहार रखने वाले लड़के थे, है ना. इन सूचनाएं रखकर आपको हामिद का चरित्र चित्रण लिखना होगा. अपने अध्यापक के निर्देशानुसार आपको लिखना है. लेकिन अब हम एक नमूना देखेंगे, हामिद का चरित्र चित्रण, है ना. एक सिर्फ एक नमूना है. आप अपने तरीके से अपने इच्छा अनुसार हामिद का चरित्र चित्रण कर सकते हैं, है ना. लेकिन सिर्फ एक नमूना है. आप ज़रा देखें, ज़रा हामिद का चरित्र चित्रण की नमूना देखें हम. ज़रा देखिए, हामिद एक गरीब बूढ़ी दादी माँ का पोता था. बचपन से ही उसके माँ बाप मर चुके थे. हमेशा दूसरों से सहानुभूतिपूर्वक व्यवहार करते थे. अपनी बूढ़ी दादी से प्यार एवं ममता रखता था. खिलौने मिठाई आदि से मिलने वाले क्षणिक सुख न चाहता था. दृढ़ चित्त होकर परिपक्व व्यवहार करने वाला था. इसी तरह आप हामिद का चरित्र चित्रण अपने ढंग से अपनी भाषा में लिख सकते हैं. अच्छा बच्चों, अब हम यही समाप्त कर लेती हूँ. अच्छा नमस्कार. आप
स्वस्थ रहिए और ठीक रहिए और पाठ भाग के अच्छी तरह वाचन कीजिए। नमस्कार।